നമ്മളോട് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ശിശായ മഖബറയിൽ എൻ്റെ വിശ്രമം കൊണ്ട് കിടക്കുന്നവർ അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ വിശ്വാസികൾ മുഅ്മിനീങ്ങൾ അവരിലൂടെ പ്രകടമാകുന്ന അമാനുഷികമായ കഴിവുകൾ ഇസ്ലാമികമായ താത്വികമായ അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. ഷെയ്ഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സറഹുൽ അസീസിനെ പോലത്തെ ചരിത്ര പുരുഷന്മാർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഉടലെടുക്കും എന്നത് ഇസ്ലാമിൻ്റെ വളരെ പ്രബോധന പ്രവർത്തന രംഗത്ത് വളരെ പ്രതിഫലനം സൃഷ്ടിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. അത് അള്ളാഹു എല്ലാ കാലത്തും നിലനിർത്തി പോരുന്നുണ്ട് എന്നത് ചരിത്രപരമായ ഒരു സത്യമാണ്. പക്ഷെ അതിനെ യഥാവിധത്തിൽ മനസ്സിലാക്കി അതിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുവാനും പകർത്തുവാനും അതിൻ്റെ അതിർവരമ്പുകളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കപ്പെടുവാനും എത്ര കണ്ട് മുസ്ലിം സമുദായത്തിന് സാധ്യമാകുമെന്നിടത്താണ് കാര്യങ്ങൾ പ്രശ്നകലുഷിതമാകുന്നത്. ഏതായിരുന്നാലും മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ജീവിത വഴിയുടെ തുടക്കത്തിൽ ഒരു ആളൊഴിഞ്ഞ മൈതാനിയിലൂടെ ഒരു പശുക്കൂട്ടത്തിൻ്റെ പിറകിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു പശു പറഞ്ഞു, നീ എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്? ഇതിനാണോ നിന്നെ പടക്കപ്പെട്ടത് എന്ന ചോദ്യം പശു ചോദിച്ചു എന്നാണ്. ബുദ്ധിപരമായും ശരീഅത്തിന്റെ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായും ഇത്തരം കന്നുകാലികളുടെ സംസാരവും ഭാഷയും മനുഷ്യനോടുണ്ടാകുമോ എന്ന് ചിന്തിക്കുമ്പോൾ സഹീഹുൽ ബുഖാരിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം വളരെ സുവ്യക്തമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മുൻകാലത്തുണ്ടായ ഒരു സംഭവം. ഒരാൾ ഒരു വഴിയിലൂടെ ഒരു സംഘം യാത്ര പോവുകയാണ്. യാത്ര പോകുന്നതിനിടയിൽ പശുവിനെ തൊളിച്ചിങ്ങനെ പോകുന്നതിനിടയിൽ ഒരു പശുവിനെ തൊളിക്കുന്ന ആള് ക്ഷീണിതനായി. അയാൾ ആ പശുവിന്റെ പുറത്ത് കയറി ഇരുന്നു. ആ സമയത്ത് ആ പശു പറഞ്ഞു, നിങ്ങൾക്ക് കയറിയിരുന്ന് യാത്ര ചെയ്യാനല്ല ഞങ്ങളെ പടച്ചത്, ഞങ്ങളെ ഭൂമിയിൽ കൃഷിക്ക് ഉപയോഗിക്കാനാണ് പടച്ചത് എന്ന് ആ പശു ആ മനുഷ്യരോട് പറഞ്ഞു. ആ സമയത്ത് ഒപ്പമുള്ള ആൾക്കാരൊക്കെ ഇതാ പശു സംസാരിക്കുന്നു എന്ന് പറഞ്ഞു അത്ഭുതം കൂറുകയുണ്ടായി. ഈ സംഭവം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധ്യമാകും. ഇവിടെ സംസാരിച്ചത് പശുവാണ്, മനസ്സിലാക്കിയത് മനുഷ്യനാണ് എന്നത്, ഇത് പറഞ്ഞു കൊടുത്തത് പ്രവാചകരാണ്, അതിന്റെ പരമ്പര സഹീഹാണ്, അത് ബുഖാരി ഉദ്ധരിച്ചതാണ് എന്നത് വളരെ 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 പ്രാധാന്യത്തോടുകൂടെ മുസ്ലിം ലോകം നോക്കിക്കാണേണ്ടതുണ്ട്. അസ്ഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന ലോകത്ത് ദൈവികമായ മതപരമായ ഗ്രന്ഥങ്ങൾ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സഹീഹുൽ ബുഖാരിയാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പണ്ഡിത ലോകം വിധിയെഴുതിയ ഗ്രന്ഥത്തിലാണ് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത്. നമുക്കാർക്കും പരിശോധിച്ചാൽ കാണാൻ സാധ്യമാകും. അപ്പോൾ താത്വികമായി മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖിനോട് ആ പറമ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പശു സംസാരിച്ചു, മുഹിദ്ദീൻ ഷെയ്ഖിനത് മനസ്സിലായി എന്നത് താത്വികമായും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തള്ളാൻ ഒരിക്കലും സാധ്യമല്ല. അത് ഉൾക്കൊള്ളാനേ നിർവാഹമുള്ളൂ. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നിടത്താണ് മതത്തിന്റെ അകക്കാമ്പ് കിടക്കുന്നത്. അതിനെ തസവൂഫ് എന്ന് പേരിട്ടാലും സൂഫിസം എന്ന് വിളിച്ചാലും ഇനി വേറെ ഏതെങ്കിലും അറബി പദങ്ങളെ കൊണ്ട് വിളിച്ചാലും അടിസ്ഥാനപരമായി ഇത് നിരാകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്തരം മഹൽ വ്യക്തിത്വങ്ങളിലൂടെ ഇസ്ലാം മുന്നോട്ട് പോകുന്നു എന്നാണ്. ആ മഹൽ വ്യക്തിത്വങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ ആത്മീയമായ വഴികളെ കണ്ടെത്തുന്നു എന്നതാണ്. അതിനൊരിക്കലും അത് ഇസ്ലാമികമായ വിരുദ്ധമായ ആശയങ്ങളിലേക്ക്
മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു വഴിയായി തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്, അത് നമ്മുടെ ചിന്താശേഷിയുടെയും നമ്മുടെ ആലോചനാശേഷിയുടെയും നമ്മൾ മനസ്സിലാക്കിയ മതത്തിന്റെ കാഴ്ചപ്പാടുകളുടെയും അഭാവം മൂലമാണ് എന്ന് നമ്മളുടെ ഒരു കുറവായി അത് മാറുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വീട്ടിൽ വന്ന് വീടിന്റെ മച്ചിൽ കയറിയിട്ട് നോക്കുമ്പോൾ അറഫയിൽ ആൾക്കാർ സംഗമിച്ചു നിൽക്കുന്നത് കണ്ടു, കിലോമീറ്ററുകൾക്കപ്പുറത്ത്. ഈ സംഭവത്തെ നമ്മൾ നോക്കി കാണേണ്ടത് എങ്ങനെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാപ്രയാണം നടന്നതിന് ശേഷം മക്കയിലെത്തി. അവിടെ ആ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഖുറൈശികളിൽ പലരും അത് നിഷേധിക്കുകയുണ്ടായി. എന്നെ ഖുറൈശി പ്രമുഖർ പലരും മുഹമ്മദ് കള്ളം പറയുന്നു, രാത്രിയുടെ നൊടിയുടെ സമയത്ത് കിലോമീറ്ററുകൾ 1500ഓളം കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ബൈത്തുൽ മുഖദ്ദസ് സഞ്ചരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്ർ ഇസ്മായിൽ നിന്നുകൊണ്ട് ഈ മക്ക കഅബയുടെ പരിസരത്തുള്ള ഹിജ്ർ ഇസ്മായിൽ നിന്നുകൊണ്ട് ആൾക്കാരുടെ മുന്നിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന് പോയവരുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കൂ, ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് നേർ സാക്ഷ്യം പോലെ, ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടിസ്ഥാന സംഭവങ്ങൾ മുഅ്മിനീങ്ങളിൽ വരുന്നു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളിൽ ഇത്തരം സംഭവ വികാസങ്ങൾ അവരുടെ കണ്ണിന്റെ കാഴ്ചയും കാലിന്റെ നടത്തവും കയ്യിന്റെ പിടുത്തവും ഒക്കെ അമാനുഷികമായ അല്ലെങ്കിൽ അസാധാരണമായ വിധത്തിൽ സംഭവിക്കും എന്നതിനെ ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളുവാനേ സാധ്യമാവുകയുള്ളൂ, അത് തള്ളാൻ സാധ്യമാവുകയില്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വശങ്ങൾ. പക്ഷെ പിന്നെ എന്താണ് ഇത്തരം സംഭവ വികാസങ്ങളെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു, സമീപിക്കുന്നു? ഒരു സാധാരണക്കാരനായ മുസ്ലിം ഇതിനെ എങ്ങനെ നോക്കിക്കാണണം? അവിടെ വളരെ ഗൗരവതരമായ അതിർവരമ്പുകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അത്ഭുതങ്ങളിൽ ഒരു വിശ്വാസി ഇത് ഉണ്ടാകുമെന്നതാണ്. അതേ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നവരെല്ലാം വിശ്വാസികളാണ് എന്ന തിരിച്ചുപിടുത്തമല്ല. അവിടെയാണ് ശരീഅത്തിന്റെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ ശരീഅത്ത് അഥവാ ഇതിന്റെ ബാഹ്യമായ നിയമങ്ങൾ. ഉദാഹരണത്തിന് നിസ്കരിക്കാത്ത ഒരാൾ, 5 വക്ത് നിസ്കരിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഇത്തരം പൈശാചികമായ രൂപത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായാലോ അത് തള്ളിക്കളയാൻ, അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഇവിടെ ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? അതാണ് കൃത്യമായ ശരീഅത്തിന്റെ ഉലമാ ഈ കാര്യം നിർവഹിച്ചു പോരുന്നത്. അവിടെയാണ് ഉലമാക്കളുടെ പ്രാധാന്യം. ഉലമാക്കൾ, ആ കൃത്യമായ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി അതിനെ വിലയിരുത്തുകയും അതിനെ അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യുന്നിടത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു സർവമത സത്യവാദത്തിന്റെ വാദഗതികളും ഒക്കെ ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ മതവും സത്യമാണ്, എല്ലാ മതത്തിന്റെയും കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് എല്ലാവരും സ്വർഗത്തിലേക്കുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മതത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെ പോലും സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവരുടെ കടന്നുവരവ് ലോകത്ത് വലിയ വെല്ലുവിളികളായി മാറുമ്പോൾ യുക്തിവാദപരമായ ചിന്തകളും റാഷണലിസവും ഒക്കെ ലോകത്ത് വലിയ വെല്ലുവിളികളായി ആധുനിക മുസ്ലിമിന്റെ വിശ്വാസത്തെ ചോർത്തുന്ന വിധത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ ഉലമാവിനെ പിൻപറ്റണം. ഇവിടെ പണ്ഡിതന്മാരുടെ സ്വരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം മതത്തെ അടിസ്ഥാനപരമായി കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള അവകാശം അത് പണ്ഡിതന്മാർക്കാണ്. അത് ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതകളെയും അതിന്റെ കർമ്മശാസ്ത്ര മേഖലകളെയും വളരെ കൃത്യമായി ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാരാണ് കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ചവർ, അത് ജ്ഞാനം കൊണ്ടും ഇൽമു കൊണ്ടും അമല് കൊണ്ടും അല്ലാഹുവിലേക്ക് അടുത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവർ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് സങ്കടമില്ല, അവർക്ക് പ്രയാസങ്ങളില്ല. കാരണം അവരുടെ വഴി വളരെ കൃത്യമാണ്. ഇതിനെ തുടരുക, അതാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ പോലത്തവർ ലോകത്ത് നിർവഹിച്ചത്. അവർ കൃത്യമായി പ്രവാചകർ പഠിപ്പിച്ച ദീനിനെ ശരിയായ വിധത്തിൽ ബുഖാരിയും മുസ്ലിമും ഒക്കെ പറയുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് താത്വികമായി പറയുകയും അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്ത് മുസ്ലിമീങ്ങളെ വഴി നടത്തുകയാണ് അവർ ചെയ്തത്. പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ ചരിത്രം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം
ചരിത്രമാണ്. 136 തവണ പരിശുദ്ധമായ ഖുർആനിൽ മൂസാ നബിയെ പറ്റി പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടിയുടെ ഒരു സംഭവം ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പിടിച്ചു പോന്നിരുന്ന ഒരു വടി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ സയ്യിദ്നാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് കൊടുത്തു. ആ വടി ഇന്നും ലോകത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വടി ഇട്ടാൽ പാമ്പാകുന്നു, ആ വടി കൊണ്ട് വെള്ളത്തിലടിച്ചാൽ ആ നദി 2 പിളർപ്പായി മാറുന്നു. ഇതൊക്കെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇതൊന്നും കെട്ടുകഥകളല്ല. അതൊക്കെ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള അവരുടെ മഹാരഥന്മാരാവുന്ന അല്ലാഹു ഇഷ്ടപ്പെട്ടവരിലൂടെ കാണിക്കുന്ന അത്ഭുത സിദ്ധികളെ സംബന്ധിച്ച ഖുർആനിലെ വടി നോക്കിയിട്ട് നമുക്ക് ഖുർആനെ തള്ളാൻ പറ്റുമോ? ഇസ്ലാമിനെ തള്ളാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ മതത്തെ പഠിക്കേണ്ടത് മഹാത്മാക്കളിലൂടെയാണ്, മതത്തെ പകർത്തേണ്ടത് അല്ലാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ്, ആ സരണിയിലൂടെയാണ്. അവർ പറയുന്നതനുസരിച്ച്, അവർ പ്രവർത്തിക്കാൻ തരുന്ന മേഖലകൾ അനുസരിച്ച് കൃത്യമായി അതപുള്ളവരായി മുന്നോട്ട് പോകുമ്പോ മുസ്ലിം സമൂഹത്തിന് അപകടങ്ങൾ പറ്റൂല. എല്ലാ ശക്തികളെയും പ്രതിരോധിക്കാനുള്ള ആയുധം അത് മുസ്ലിമുകളുടെ കയ്യിൽ ഉണ്ടാവും. എല്ലാ കാലത്തും അത് ഉണ്ട്. അതിവിടെ നിർവഹിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സും അതിനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് ലഭ്യമാവുക എന്നതാണ് പ്രാധാന്യം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ സ്മരണകൾ, അവരുടെ ഓർമ്മകൾ പുതുക്കുകയും അത് വായിക്കുകയും അടുത്തറിയുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ രസം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈമാനിക തലം വളരേണ്ടതുണ്ട്. നമ്മൾ മുരടിച്ചു നിൽക്കേണ്ടവരല്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി അള്ളാഹു ഹിദായത്തുള്ളവരാക്കി നമ്മെ മാറ്റട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്.